ഹായ് ഹലോ, ഞാനിന്നിവിടെ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് ഞാനധികം ഒന്നും ഉണ്ടാക്കാത്തൊരു റെസിപ്പിയാണ്. ഇത് വെള്ളരിക്ക പച്ചടിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ അല്ലെങ്കിൽ ഉണ്ടാക്കുന്നവർ കമൻറ്റ് ചെയ്യുക എങ്ങനെയാണ് ഉണ്ടാക്കലെന്നുള്ളത്. അപ്പോൾ വെള്ളരിയൊക്കെ വെള്ളം ഉപ്പിട്ട് വേവിക്കാൻ വെച്ച്, പിന്നെ കടുക്, തേങ്ങ, പച്ചമുളക് ഞാൻ എരിവുള്ള നല്ല പച്ചമുളക് കേട്ടോ, നല്ല എരിവുണ്ട്. അപ്പോൾ ഞാൻ ഒന്നേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളെ എരിവിനനുസരിച്ച് ചേർക്കുക. അങ്ങനെ തേങ്ങയും തൈരൊക്കെ കൂടെ ഒഴിച്ചിട്ട് ഞാൻ മിക്സിയിൽ അടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പേസ്റ്റാക്കി വരട്ടെ. തൈരിലാണ്, വെള്ളം ഞാൻ ഇതിൽ ആഡാക്കണില്ല. അങ്ങനെ നമ്മുടെ വെള്ളരിക്കയിലെ വെള്ളമൊക്കെ നല്ലോണം വറ്റി വെള്ളരി നല്ല രീതിക്ക് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അതിലേക്ക് നമ്മൾ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചിട്ടാണ് കടുകും പച്ചമുളകൊക്കെ ഇട്ടിട്ടാണ് ഞാൻ അരപ്പ് ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ തേങ്ങയും തൈരൊക്കെ കൂടെ ഇട്ടതുകൊണ്ട് നല്ല തിളക്കരുത് കേട്ടോ, തിളക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ തിളക്കണതിൻ്റെ മുന്നുള്ളൊരു ആവി കയറുന്നൊരു സമയമുണ്ടല്ലോ, ആ സമയത്താണ് ഞാൻ ഇത് ഓഫ് ചെയ്യുന്നത്. തിളച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തേങ്ങയും തൈരും എല്ലാം അത് എന്താ പറയുക പിരിഞ്ഞു പോണ മാതിരി ആവും കേട്ടോ. അപ്പോൾ ഒന്ന് ചൂടാക്കി എടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഇനി ആവശ്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിലേക്കൊരു വറവാക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ വറവാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുക് പൊട്ടിച്ച്, പിന്നെ അതിലേക്ക് വറ്റൽമുളകും പിന്നെ കരിവേപ്പിൻ്റെ ഇലയും ഇട്ടിട്ട് നമ്മൾ അരപ്പ് ഇതിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. സാധാരണ ഇങ്ങനെ തന്നെയാണ് എന്നാണ് എൻ്റെ ഒരു ഇത്. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ്. പക്ഷെ ഞാനിത് ഉണ്ടാക്കി ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എനിക്കിഷ്ടമായി. കാരണം നമ്മൾ സദ്യയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു വിഭവമാണിത്. അപ്പോൾ അടിപൊളി വെള്ളരിക്ക പച്ചടിയായിരുന്നു. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കി എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കുക. ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ തീ. കാരണം എന്താ വെച്ചാൽ നമ്മൾ തിളച്ചിട്ടില്ല, ഒന്ന് ചൂടാക്കി എടുത്തിട്ടുള്ള അരപ്പ് ഒഴിച്ചതിന് ശേഷം. അപ്പോൾ അടിപൊളി വെള്ളരിക്ക പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാനിതിലേക്ക് നമ്മുടെ വെള്ളരിക്ക് മാത്രമുള്ള ഉപ്പ് ഇട്ടിട്ടുള്ളൂ. ഞാൻ പിന്നീട് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അത് ഇതിൽ നിന്ന് പോയതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.